കേരളം ഒരു ഭ്രാന്താലയം നമ്മുടെ സ്വാമി വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞൊരു വാക്കാണ്. എനിക്കത് പറയേണ്ടത് വെറും ഒരു ഭ്രാന്താലയം എന്നല്ല, മതഭ്രാന്താലയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അഹിന്ദുവായിട്ടുള്ള ഒരു പെൺകുട്ടി നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രനടയിലെ കുളത്തിൽ കാല് നനച്ചു റീൽസ് ഇട്ടു. ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ ഏരിയകളിലേക്ക് പോയി ഒരു റീൽസ് ഇടേണ്ട ഏരിയ അല്ല, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അവരവരുടെ വിശ്വാസം, അത് മതമായാലും ജാതിയായിരുന്നാലും അവരവരുടെ വിശ്വാസത്തിൽ അവരവർക്ക് ജീവിക്കുവാനുള്ള അവകാശവും പരിപൂർണമായിട്ടുള്ള അവകാശം അവർക്കുണ്ട്. അതിനെ ആർക്കും പ്രതികൂലിക്കാനോ അല്ലെങ്കിൽ അതിനെ ആർക്കും തടസ്സം കാണിക്കാനോ അവകാശമില്ല. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എല്ലാ മതത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂവും ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ്. ഞാനിവിടെ വിമർശിക്കാനായിട്ട് എത്തിയത് വേറൊന്നുമല്ല. ഞാനിപ്പോൾ നിങ്ങളതിനെ വിമർശിച്ചതിനെ എടുത്ത് വിമർശിക്കാനല്ല വന്നേക്കണത്. നിങ്ങളതിലേക്ക് പറഞ്ഞേക്കണം. ഞാൻ ഇന്ന് അതിൻ്റെ ഒരു അപ്ഡേറ്റ് കണ്ടായിരുന്നു. എന്താണ്, ശുദ്ധി കലശം നടത്താൻ പോകുന്നത്, അതും ലക്ഷങ്ങൾ കൊണ്ടുള്ള ഒരു ശുദ്ധി കലശം നടത്താൻ പോവുകയാണ്. അഹിന്ദുവായിട്ടുള്ള ഒരു പെൺകുട്ടി കാല് നനച്ചതിനായിട്ട് അവിടെ ശുദ്ധി കലശം നടത്താൻ പോകുന്നു. അതും ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരു ശുദ്ധി കലശം നടത്താൻ പോകുന്നു. അപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഞാൻ ശരിക്കും ഉറപ്പായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. കേരളം നല്ലൊരു ഭ്രാന്താലയമാണ്. അതും വെറും ഒരു ഭ്രാന്താലയമല്ല, മതഭ്രാന്താലയം. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കുളത്തിലേക്ക് കാക്ക തൂറിയാലും കുഴപ്പമില്ല, പക്ഷെ മനുഷ്യൻ കാല് നനയ്ക്കാൻ പാടില്ല. കാക്ക ഏത് ജാതിയാണ് മതമാണ് നോക്കിയിട്ടാണോ അവിടെ വന്ന് തൂറുന്നത് അല്ലെങ്കിൽ കാഷ്ടിക്കുന്നത്? അല്ല. പിന്നെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. ആ ബോർഡ് മാറ്റിയിട്ട് അവിശ്വാസികൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതണം. അതായിരിക്കും ആ ബോർഡിൻ്റെ ഒരു മാറ്റത്തിന് തിരുത്തം കൊടുക്കേണ്ടത്. കാരണം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കുമ്പോൾ അവിടെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വിശ്വാസം കാരണം അവിടെ വന്നു പോകുന്നുണ്ട്. കാല് നനയ്ക്കുന്നുണ്ട്, തല നനയ്ക്കുന്നുണ്ട്. അതിലാരൊക്കെയാണ് ഹിന്ദുക്കളെന്ന് വെരിഫൈ ചെയ്തിട്ടാണോ നമ്മൾ കടത്തിവിടുന്നത്? ആ കുട്ടിയുടെ പേര് സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ട്, അല്ലെങ്കിൽ ആ പേരിൽ തന്നെ ഒരു ജാതി മതം ഉള്ളത് കൊണ്ടാണോ ഇത്രയും വൈറലായത് ഈ വീഡിയോ? നിങ്ങൾ ഇത്രയധികം അത് ശുദ്ധീകലശം നടത്താനും പോകുന്നത്? ഇത് മാത്രമല്ലടോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിൽ ആർക്കെങ്കിലും ഒരു വയ്യായിക, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ തന്നെ, നമ്മുടെ ദേവസ്വം ബോർഡിൽ തന്നെ ഒരു പൂജാരിക്ക് ഒരു വയ്യായിക വന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഒരു വയ്യായിക വന്നു, ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ആ സ്റ്റേജ് മറികടക്കാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്, അങ്ങനെ ഒരു ക്രിട്ടിക്കലായ സ്റ്റേജിൽ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ഇപ്പം തന്നെ സ്പോട്ടിൽ തന്നെ ബ്ലഡ് സ്വീകരിച്ചേ പറ്റുള്ളൂ. ബ്ലഡ് കൊടുക്കാൻ വരുന്ന ആ വ്യക്തി ഏത് ജാതിയാണ്, ഏത് മതമാണ് എന്ന് വിലയിരുത്തിയിട്ടായിരിക്കുമോ നിങ്ങൾ ബ്ലഡ് സ്വീകരിക്കുക? ഒരിക്കലും അല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ ബ്ലഡ് നമ്മളുടെ ആ വിശ്വാസത്തെ തകർത്തുകൊണ്ടാണോ ബ്ലഡ് ഉള്ളിലേക്ക് കടക്കുന്നത്, നമ്മളുടെ ജീവനെ പിടിച്ചു നിർത്തുന്നത്? അല്ല. അങ്ങനെയുള്ള സ്റ്റേജുകൾ നമ്മൾ ഒരുപാട് കൈമാറിയിട്ടുണ്ട്. എന്തിനി, നമുക്ക് പ്രളയങ്ങളുണ്ടായപ്പോൾ ജാതി മതം ഒന്നും നോക്കാണ്ട് തന്നെ കടലിലെ മത്സ്യത്തൊഴിലാളികളായ കടൽ മക്കൾ ഒരുപാട് പേര് അവരുടെ ബോട്ടുകളും അവരുടെ ജീവിതമാർഗമായ വള്ളങ്ങളെയും കൊണ്ടുവന്ന് നമ്മുടെ പ്രളയത്തിൽ നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും നല്ല രീതിയിൽ അവർ സഹായിക്കുകയും ആ പ്രളയത്തിൽ അവർ നല്ലൊരു സേനയായിട്ട് തന്നെ കൈകോർത്തുകൊണ്ട് നമ്മളെ സഹോദരങ്ങളെല്ലാവരെയും രക്ഷിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും നമ്മൾ ജാതി മതം നോക്കിയിട്ടില്ലല്ലോ. നമ്മുടെ ഇന്ത്യ മതേതരത്വ ഇന്ത്യയാണ്. ആ ഇന്ത്യക്കകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ശുദ്ധികലശം നടത്തേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയില്ല. ഞാൻ പുരത്തുകാരിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള നമ്മുടെ വെട്ടുകാട് ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഒരു മ്യൂസിയം പോലെ അവിടെയുള്ള വിശ്വാസം, അവർ വിശ്വസിക്കുന്ന കുറേ രൂപങ്ങളും കുറേ നമ്മുടെ ദൈവവചനങ്ങളും അതും ഇതൊക്കെ അവർ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ വീഡിയോ എടുത്തുകൂടാ എന്നില്ല, വീഡിയോ എടുക്കാം. സൗണ്ട് വെക്കരുത്. അവിടെ വരുന്ന ഭക്തർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ആരെയും വീഡിയോ എടുക്കണ്ടെന്നോ അഹിന്ദുക്കളെ പ്രവേശിക്കരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ വീഡിയോ എടുക്കാൻ കയറാം, എല്ലാം ചെയ്യാം, അവർക്കെല്ലാവർക്കും അത് കാണുകയും ചെയ്യാം എന്നാണ്. ഞാൻ ഒരു മതത്തെ താഴ്ത്തി മറ്റൊരു മതത്തെ പുകഴ്ത്തി പറയുന്നതല്ല. അങ്ങനെ ആകണം. നമുക്ക്
പറഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളത് അംഗീകരിക്കുക. നമ്മൾ ഇന്നത് ചെയ്യാൻ പാടില്ല, അവരുടെ വിശ്വാസത്തെ നമ്മൾ തകർക്കാൻ പാടില്ല. അതിപ്പോൾ ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, അവരവർക്ക് അവരവരുടെ വിശ്വാസങ്ങൾ എല്ലാ റെസ്പെക്റ്റോടു കൂടി തന്നെ നമ്മൾ നോക്കണം. പക്ഷെ ഇത് പറഞ്ഞതൊക്കെ ശരിയാണ്. റീൽസ് ഇടാൻ പോയി ആ കുട്ടി ഓക്കെ സമ്മതിച്ചു. അത് തെറ്റാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് അവൾ പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞു, അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ശുദ്ധികലശം അതെനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ട് അവിടെ ഒരു ശുദ്ധികലശം വേണ്ടി വന്നത്? എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മതഭ്രാന്ത് മാറുക? എന്നാണ് ഈ ഭ്രാന്താലയം ഒന്ന് ശുദ്ധികലശം ചെയ്യപ്പെട്ട് എടുക്കുക? അന്ന് നമ്മളെല്ലാവരും ഒരേ മക്കളായി മാറും. ശരിക്കും നമുക്ക് അവിടെ അന്ന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മൾ മനുഷ്യ മക്കൾ മാത്രമായിട്ട് മാറും. ആ ഒരു കാലത്തേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിതാവില്ല.